ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800800 800120. டே கேசு, நான் 2 நாளா உன்னோட ஃபேஸை பார்த்துட்டே இருக்கேன். என்ன ஒரு மாதிரி டல்லா இருக்கு? ഒരു സുഖമില്ല എൻ്റെ എന്താണെന്ന് അറിഞ്ഞൂടാ. ഈ വിചാരിച്ച കാര്യമൊന്നും പ്രതീക്ഷിക്കുന്നവരെ നടക്കാത്തോണ്ടായിരിക്കും. எல்லாமே சரியாயிடும்டா, வருத்தப்படாத. ആ ഒരൊറ്റ ശുഭപ്രദേശത്തിലാണ് ജീവിച്ചു പോണത്. வருத்தப்பட வேண்டாம். ശരിയാവുമായിരിക്കും. ആ ഡേ ശിവ, അന്നേ നിന്റെ ഫ്രണ്ടിന്റെ അച്ഛന് വയ്യാന്ന് പറഞ്ഞിട്ട് 5000 രൂപ ഞാൻ തന്നില്ലായിരുന്നോ? ഇല്ലടി, തിരിച്ചു വയ്ക്കാനൊന്നുമില്ല. അന്ന് തന്ന പൈസ ഞാൻ പറഞ്ഞില്ലായിരുന്നു കടം മേടിച്ചാ തന്നേന്ന്. അങ്ങനെ അത് ഒരു 5000 രൂപ കടമുണ്ട്. പിന്നെ വേറെ അല്ലറ കടമെല്ലാം കൂടി 6-7 രൂപയുണ്ട്. മൊത്തം പറഞ്ഞാൽ 12000 രൂപ കടം. അപ്പം ഞാനിത് കൂട്ടിയപ്പോഴല്ലേ അറിയണത്. ഒപ്പു 12000 രൂപ കടം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഭാസ്യങ്ങൾ 2000 രൂപ കൊടുക്കാറുണ്ട്. ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ കടന്ന് വിളിച്ചുകൊണ്ടിരിക്കും. മോനെ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. പൈസയുടെ കാര്യം ചേച്ചി നീ എവിടെ പോണ്ടാ? ഞാൻ അങ്ങോട്ട് വന്നതായിരുന്നു, പിന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്ന കാര്യം ആലോചിച്ചത്. എന്നാ ഇങ്ങോട്ടേക്ക് പോരെ. കാര്യം പറ. വാന്ന് എന്തര് ചേച്ചി? ഓ, എനിക്ക് 12000 രൂപ കടം. എത്ര? 12000 രൂപ. അത്രയും രൂപ കടവുണ്ടാ? നല്ലതാ മോനെ, ജീവിതത്തിലേ ഇച്ചിരി കടമൊക്കെ ഉള്ളത് നല്ലതാ. നല്ല ജീവിക്കാൻ ഒരു ശുഷ്കാന്തി ഒക്കെ കാണത്തുള്ളൂ. ശരി ചേച്ചി. ഓ, ചേച്ചി വെച്ച് കഴിഞ്ഞാൽ കേശുവിന്റെ കടം തീരും. ചേച്ചി ഒന്ന് കാല് മടക്കി അടിക്കുന്ന കേസേ ഉള്ളു. അയ്യോ, ചേച്ചിയുടെ കാലിപ്പോ പൊങ്ങത്തില്ലല്ലോ മോളെ, കാലിന് വയ്യ. കുഴിപ്പള്ളം ലച്ചു വിചാരിച്ചാൽ ചേട്ടനും അനിയത്തിയും കൂടെ പൈസ ചോദിച്ചുള്ള വരവാണെങ്കിൽ എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. നീ അറിഞ്ഞ ഞാനും സിദ്ധുവൊക്കെ ഡിവോഴ്സ് ആവോ? അതുപോലെ തന്നെയല്ലേ ഇതാണ് എനിക്ക് വല്ല കാര്യം ഉണ്ടായി. നാം മുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തു വരണ്ടേ? ഒരു കാര്യം ഉണ്ടായിരുന്നില്ല മാർക്കി. അല്ല ചേച്ചി, അപ്പൊ പറഞ്ഞ പോലെ. എന്താ കാര്യം? അമ്മമ്മ വിചാരിച്ചാൽ ചിലപ്പോ നടക്കുമായിരിക്കും അല്ലേ? പിന്നെ നമുക്ക് അമ്മൂമ്മയ്ക്ക് ഒരു ചാൻസ് കൊടുക്കല്ലേ? പിന്നെ കൊടുക്കണം. എന്താ കാര്യം പറ. അമ്മമ്മ, അതായത് അമ്മമ്മയുടെ ഈ പൊന്നാര കൊച്ചുമോനുണ്ടല്ലോ, വെറും ജസ്റ്റ് നോക്കിയേ ഒരു 12000 രൂപയുടെ കടമുണ്ട്. അപ്പോ അമ്മമ്മ ആ കാശ് അവന് കൊടുത്തിരുന്നെങ്കിൽ അവനെ കടം വീട്ടി എന്തായാലും തിരിച്ചു തരും അല്ലേ? പിന്നെ തിരിച്ചു തരൂല്ലേ? പിന്നെ അമ്മൂമ്മ ഇപ്പൊ എന്റെ പൈസ തരുന്നു, ഞാൻ അങ്ങോട്ട് മറച്ചടിക്കുന്നു. അത് കഴിയുമ്പോ എന്റെ ഞാൻ പൈസ കൊണ്ട് അമ്മൂമ്മയ്ക്ക് തരുന്നു. അപ്പൊ എനിക്ക് തരാൻ വെച്ചേക്കുന്ന 12000 രൂപ നിന്റെ കയ്യിലുണ്ടല്ലോ. ഓ, ആ 12000 രൂപ നീ അങ്ങോട്ടും കൊടുത്താൽ മതി. അല്ലാതെ എന്റെ കയ്യിലില്ല. ഞാനത് ഇതേപോലെ ചെറിയ വർക്കിനൊക്കെ പോയിട്ട് പൈസ ഒപ്പിക്കും. ഒപ്പിക്കുമ്പോ സമയം പിടിക്കുമ്പോ ഞാൻ ആ പൈസ അങ്ങ് അമ്മൂമ്മയ്ക്ക് തരാം. അപ്പൊ അമ്മൂമ്മ ഇപ്പൊ പൈസ ഞാൻ ഇപ്പൊ അങ്ങ് അവർക്ക് കൊടുക്കും. ഒപ്പിച്ച് മോനം കൊടുത്താൽ മതി. എന്താ ഞാൻ ഈ നാട്ടുകാരിയല്ല കേട്ടോ. ഗത്തില്ല എന്ന് സാരം. നല്ല ബെസ്റ്റ് അമ്മൂമ്മ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.